നമസ്കാരം. ഒരു ഭരണാധികാരിക്ക് ആവശ്യം വേണ്ടത് വിശ്വാസ്യതയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യത്തിൽ പിൻബെഞ്ചിലാണോ? ക്യാമ്പ് ഫോളോവർ തസ്തികയിലെ ജീവനക്കാരെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ജോലിക്ക് നിയോഗിക്കാറില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി. ഈ വർഷം മാർച്ച് മാസമായിരുന്നു ആ മറുപടി. എന്നുവെച്ചാൽ ഒട്ടും കാലപ്പഴക്കമില്ലാത്ത മറുപടി എന്നർത്ഥം. എന്നാൽ എന്തായിരുന്നു യാഥാർത്ഥ്യം? ദാസ്യവൃത്തിയുടെ വൃത്തികെട്ട കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 മാസം മുൻപ് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും മുന്നിലുള്ള യാഥാർത്ഥ്യവും തമ്മിലുള്ള പൊരുത്തക്കേട് എത്ര പെരുത്തതാണ്. ഏറ്റവും വിഷമകരം, മുഖ്യമന്ത്രി ഈ മറുപടി നൽകുമ്പോഴും ക്യാമ്പ് ഫോളോവർമാർ അടിമപ്പണി ചെയ്യുകയായിരുന്നു എന്നതാണ്. അവരെ അടിമകളാക്കിയ ഉടമകൾ തന്നെയാണ് മുഖ്യമന്ത്രിയിൽ നിന്നും അത് മറച്ചുവെച്ചത്, മുഖ്യമന്ത്രിയെ കൊണ്ട് പച്ചക്കള്ളം പറയിച്ചത്. മുഖ്യമന്ത്രിക്ക് നേരിട്ടറിയാത്ത കാര്യമല്ലേ? അതിനെന്തിന് അദ്ദേഹത്തെ കുറ്റം പറയുന്നു എന്ന് ചോദിക്കാം. ശരി, ഇപ്പോൾ മനസ്സിലായല്ലോ പറഞ്ഞതല്ല പൊരുളെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തേണ്ടതല്ലേ? ദാസ്യവൃത്തി ചെയ്യിച്ച ഉദ്യോഗസ്ഥരെ നിയമത്തിൻ്റെ ദാസന്മാരാക്കണ്ടേ? പരിശോധിച്ചു വരുന്നെന്ന പതിവ് പല്ലവിയല്ലാതെ പ്രവൃത്തിയിൽ ഒന്നും കാണുന്നില്ല. പട്ടിയെ കുളിപ്പിക്കലല്ല പോലീസിന്റെ പണിയെന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. ആരെയാണ് മുഖ്യമന്ത്രി ഉപദേശിക്കുന്നത്? സ്വന്തം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ. എങ്ങനെയാണ് പട്ടിക്കുളി മുഖ്യമന്ത്രി അറിഞ്ഞത്? മാധ്യമങ്ങൾ വെളിച്ചത്തു കൊണ്ടുവന്നതുകൊണ്ട് മാത്രം. മാധ്യമങ്ങളില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മൂഢസ്വർഗത്തിലിരുത്താൻ കഴിയും എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ദാസ്യവൃത്തി വിവാദം. മാധ്യമവൃത്തി ഇഴകീറി പരിശോധിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം മുഖം നഷ്ടപ്പെടുത്തുന്ന മാന്യന്മാരെയാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. അതെന്തായാലും ഉണ്ടായി കാണുന്നില്ല. അതുകൊണ്ട് വീഴ്ച വരുത്തുന്നവരെ വരച്ച വരയിൽ നിർത്തുമെന്ന വീരസ്യം പറച്ചിലിൽ ഒതുങ്ങുന്നോ പിണറായി സർക്കാരിന്റെ പോലീസ് ഭരണം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, ഏമാന്മാർക്ക് എന്തുമാകാമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, CPM നേതാവ് KV അബ്ദുൽ ഖാദർ MLA, വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു, റിട്ടയർഡ് SP സുഭാഷ് ബാബു എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കുചേരുന്നു. ഏമാന്മാർ അഴിയെണ്ണുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ KV അബ്ദുൽ ഖാദർ MLA, ഇന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി, കേരളത്തിൻ്റെ പൊതുവായ രീതികൾക്ക് നിരക്കുന്നതല്ല നാം ഇപ്പോൾ കണ്ട ദാസ്യവൃത്തി എന്ന്. സർക്കാരിൻ്റെ നയപരമായ നിലപാട് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ നിലപാട് തന്നെ വ്യത്യസ്തമാണ് ഈ വിഷയത്തിൽ. അപ്പോൾ നല്ല ശക്തമായ ഒരു സർക്കാരിന് ഇങ്ങനെ ഒരു കുറ്റം കണ്ടാൽ നടപടിയെടുക്കാൻ കഴിയുന്ന എല്ലാ അനുകൂല സാഹചര്യവുമുണ്ട്. എന്നിട്ടും ഈ ദാസ്യവൃത്തിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ കർക്കശമായി നിലപാടെടുത്തു, നടപടിയെടുത്തു എന്ന് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാട്ടാമോ? തീർച്ചയായും ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ദാസ്യപ്പണി എന്ന് പറയുന്ന ഈ ഏർപ്പാടിനോട് ഈ ഗവൺമെൻറ് അശേഷം യോജിക്കുന്നില്ല. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരോടൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുള്ളത് 26/79 സർക്കാർ ഉത്തരവ് നമ്പർ 86/79 ആഭ്യന്തരം അനുസരിച്ചാണ്. എക്സിക്യൂട്ടീവ് ഡയറക്റ്റീവ് നമ്പർ 3/2002 അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വിവിധ ഉദ്യോഗസ്ഥർക്ക്, വിവിധ വ്യക്തികൾക്ക് ഗവൺമെൻറ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ക്യാമ്പ് ഫോളോവേഴ്സിനെ ഉദ്യോഗസ്ഥരോടൊപ്പം അയക്കണം എന്ന് ഗവൺമെൻറ് ഉത്തരവിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി അദ്ദേഹം സത്യസന്ധമായിട്ട് നൽകിയിട്ടുള്ളതാണ്, അല്ലാതെ എന്തെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളതല്ല. ക്യാമ്പ് ഫോളോവേഴ്സിനെ യഥാർത്ഥത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ക്യാമ്പ് മേധാവികളായിട്ടുള്ള ആളുകൾ അവരുടെ സ്വന്തം നിലക്ക് എടുക്കുന്നതാണ്. അതാണ് സത്യം. അതാവട്ടെ അത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന മട്ടിലാണ് ശ്രീ രമേശ് ചെന്നിത്തലയൊക്കെ ഇന്ന് നിയമസഭയിൽ സംസാരിച്ചത്. വളരെ വിചിത്രമായൊരു കാര്യമാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഉയർന്നു വന്ന ഒട്ടേറെ ആക്ഷേപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്.
ഞാൻ ഓർക്കുന്നു, ഒരു പേര് ഞാൻ ഓർക്കുന്നു, അത് പറയാതിരിക്കാൻ നിർവാഹമല്ല. അത് തൃശ്ശൂരിലെ AR ക്യാമ്പിൻ്റെ മേധാവിയായിരുന്ന ശ്രീ സുരേഷ് ലാൽ പുരോഹിതായിരുന്നു. വേണു പക്ഷേ ഓർക്കാനിടയുണ്ട്. അന്ന് തൃശ്ശൂരിൽ നിന്ന് വന്ന വാർത്തകൾ പരിശോധിക്കാം. മാധ്യമങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ക്യാമ്പ് ഫോളോവേഴ്സിനെ ഇതിനെതിരായിട്ടുള്ള നിലപാടുകൾ, സമീപനങ്ങൾ. സർക്കാരിൻ്റെ നിലപാടിനെതിരായിട്ട് ആ പോലീസ് മേധാവി ഇറക്കിയ ഉത്തരവുകൾ വിവാദമായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നടപടി UDFൻ്റെ ഗവൺമെൻറ് ആ ഉദ്യോഗസ്ഥനെതിരായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ വ്യത്യസ്തമാണ്. പിണറായിയുടെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ വേണു ഈ വാർത്ത അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ തികച്ചും മുൻവിധിയോടെയാണ് കാര്യങ്ങൾ കണ്ടതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. പിണറായി വിജയൻ ഈ ഏറ്റവും ഒടുവിലത്തെ കേസ് ഉയർന്നു വന്ന ഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ കർക്കശമായിട്ട് ശക്തമായിട്ട് പറയുകയും ഈ വാർത്ത ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നൊരു കാര്യമുണ്ട്. നാം ഒരാളെ നീക്കുന്നു, അയാൾക്ക് പുതിയ ചുമതല നൽകാതിരിക്കുന്നു. ഇതൊക്കെ ചെപ്പടി വിദ്യകളാണ്. ഇതൊക്കെ കർക്കശമായ നിലപാട് എന്ന വാക്കിൻ്റെ അർത്ഥത്തെ നാണം കെടുത്തുന്ന തരം സമീപനമാണ്. ഇവിടെ നമുക്ക് നിയമമുണ്ട്, നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. പ്രത്യക്ഷത്തിൽ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഒന്നിലധികം അനുഭവങ്ങൾ വന്നിരിക്കുന്നത് ദാസ്യവൃത്തിയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഈ അനന്തകാലമായി ഇത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു പരാതിക്കാരൻ വന്നു എന്നതാണ് ഏറ്റവും പുതിയ സാഹചര്യം. അതാദ്യത്തെ സാഹചര്യമായതുകൊണ്ടാണ് നാം ഇത്ര ഗൗരവത്തിൽ അതിന്മേൽ നടപടി ആവശ്യപ്പെടുന്നത്. ഇവിടെ പ്രശ്നം എന്നിട്ട് എന്തുണ്ടായി എന്നതാണ് ഫലത്തിൽ. ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്, ഈ കേരള പോലീസ് ആക്ടിൻ്റെ 99-ാം വകുപ്പ് പ്രയോഗിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക ഭവനങ്ങളിൽ തന്നെ അങ്ങേയറ്റം വലിയ പൗരാവകാശ ധ്വംസനം നടത്തിയിരിക്കുകയാണ്. 2000 രൂപ പിഴ, 6 മാസം തടവ്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അല്ല, ഇത് ഈ രമേശ് ചെന്നിത്തല ഇപ്പോൾ കേരള നിയമസഭയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആകാശത്തുനിന്ന് ഉതിർന്നു വീണ ഒരു വ്യക്തിയല്ല. അദ്ദേഹം തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന സഭയിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഭരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ആരോപണം ഉയർന്നു വന്നപ്പോൾ ഈ ആർജവം നമ്മളാരും കണ്ടിട്ടില്ല മിസ്റ്റർ വേണു. അതാണ് പ്രശ്നം. ഇവിടെ ഇന്ന് അദ്ദേഹം ഘോരഘോരം പ്രസംഗിക്കുന്നത് ഞാൻ നിയമസഭയിൽ ഇരുന്ന് കേട്ടു, ഞങ്ങളെല്ലാം കേട്ടു. അദ്ദേഹം ഇറങ്ങിപ്പോയി. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആളുകൾ തന്നെയാണ് ഇന്ന് ഈ ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ സ്ഥാനത്ത് മാറ്റി പിണറായി വിമർശിക്കുന്നത്. വിചിത്രമാണത്, വളരെ വിചിത്രമാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്നു. അങ്ങയുടെ കാലത്തും ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷം രമേശ് ചെന്നിത്തല വരുമ്പോഴും ഈ സംഭവങ്ങളുണ്ട്. അപ്പോൾ എത്രമാത്രം ധാർമ്മികമായ പിൻബലത്തോടെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയും? ഇവിടെ ഒരു സ്ഥാനം നീക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ട്, എന്നാൽ മുൻപ് അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലില്ല എന്നാണ് CPM-ന്റെ എതിർവാദം. വേണു, ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആ പ്രശ്നത്തെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. പല കാലങ്ങളിൽ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, ഒന്നും ഉണ്ടാകാതിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു, ശൂന്യതയുടെ കാലഘട്ടമായിരുന്നു, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ വെള്ളപൂശുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ അബ്ദുൽ ഖാദറിനെ പോലെ ഒരാൾ പഴയ പുരാണം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമോ? ഗവാസ്കർ കയറ്റ ക്ഷതം ഇല്ലാതാവുമോ? അപ്പൊ ഇവിടെ വേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നടപടി വേണം. അത് കേൾക്കോ, ഞാൻ പറയുന്നത് സഹിഷ്ണുത കാണിക്കോ. വേണുവിനോട് ഏകപക്ഷീയം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചല്ലോ. അപ്പം ഞാൻ ഏകപക്ഷീയല്ല, ഞാൻ വേറൊരു കേസ് പറയുകയാണ്. ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താ? ഇവിടെ ഉണ്ടായ ഒരു സംഭവം, ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലുന്നു. തല്ലിക്കഴിയുമ്പോൾ എന്താ നടപടിയെടുക്കേണ്ടത്? കേസിലെ FIR രജിസ്റ്റർ ചെയ്യണം. FIR രജിസ്റ്റർ ചെയ്തതിന് വേണ്ടി കാലതാമസം ഉണ്ടായി എന്നുള്ളത് അവിടെ നിൽക്കുന്നു. ഇന്ന് വരെ ആ കേസ് അന്വേഷിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ ചോദ്യം ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ടേ? നടപടിയിലേക്ക് പോകണ്ടേ? ഇപ്പോൾ ഈ കുത്തിക്കുറിച്ച് FIR-ൻ്റെ അകത്ത് നമ്മളൊരു വകുപ്പൊക്കെ എഴുതി വെച്ചാൽ മതിയോ?
ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടി സമയത്ത് അനധികൃതമായി കയ്യേറ്റം ചെയ്തു, പരിക്കേൽപ്പിച്ചു, അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഇതിന് എന്ത് കാര്യത്തിലാണ് ഈ ഗവൺമെൻറ് നടപടിയെടുത്തിട്ടുള്ളത്? ഇപ്പോൾ സുധേഷ് കുമാറിനെ മാറ്റിയെന്ന് പറഞ്ഞു. സുധേഷ് കുമാർ മാറി വേറൊരു കസേരയിലിരിക്കും, അവിടുന്ന് കൃത്യമായ ശമ്പളവും കിട്ടും, ഒരു പ്രശ്നവുമില്ല. പിന്നീട് ഇപ്പോൾ സുധേഷ് കുമാർ മാറുന്നത് സുധേഷ് കുമാറിന് തന്നെ സന്തോഷമാണ്. കാരണം എന്താ, ഇവിടെ ഇരുന്നെങ്കിൽ ഈ സീറ്റിൽ ഇരുന്നല്ലേ പിന്നീട് കൂടുതൽ വിമർശനം ഉണ്ടാകൂ. ഈ സീറ്റിൽ നിന്ന് തൽക്കാലത്തേക്കൊരാശ്വാസ മാറ്റം സുധേഷ് കുമാർ പോലും വെൽക്കം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ വേണ്ടത് ഗവൺമെൻറ് ചെയ്യേണ്ട വേറെ ഒന്നും അത്ഭുതം കാണിക്കേണ്ട, പഴയ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഇതിന് വെള്ളം പൂശാൻ ശ്രമിക്കുകയും വേണ്ട. നമ്മുടെ മുമ്പിൽ റെഡ് ഹാൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു കേസിൽ ഗവൺമെൻറ് കൃത്യമായ നടപടിയെടുക്കണം. ആ കൃത്യമായ നടപടി എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ പേരിൽ ഇവിടെ നടപടിയെടുക്കണം, അവരെ ചോദ്യം ചെയ്യണം, അതിനുള്ള മറ്റ് മേൽ നടപടികളിലേക്ക് പോകണം. അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ വേണം. കാരണം പെൺകുട്ടിയല്ലേ, സ്വാഭാവികമായിട്ടൊരു പെൺകുട്ടിയെ പോലെ പെരുമാറുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോലീസുകാർ, ഇപ്പോൾ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്, അവർക്ക് ഈ സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടാൽ പിന്നെ എവിടെ പോയി നിൽക്കും? അതിന് പഴയ കാര്യങ്ങളും പഴയ പുരാണവും പറയാതെ ഈ ഇഷ്യൂവിനകത്ത് എന്ത് നടപടിയെടുത്തു എന്നുള്ളത് ബഹുജനങ്ങളോട് വിശദീകരിക്കണം. ശരി, അഡ്വക്കേറ്റ് DB ബിനു, ഇവിടെ 2011 നിയമം പക്ഷേ ചട്ടമായിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ 99-ാം വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ 6 മാസത്തെ തടവ്, ഈ 2000 രൂപ പിഴ എന്നത് നടപ്പാക്കാൻ കഴിയുമോ? കാരണം ഭിന്നമായ അഭിപ്രായങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ ചട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ദാസ്യവൃത്തി നിർത്തലാക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ആ വകുപ്പുകൾ വളരെ കാര്യക്ഷമമായി പ്രയോഗിക്കാൻ കഴിയില്ല, അത് നിർവീര്യമാക്കപ്പെട്ട നിലയിലാണ്, അല്ലെങ്കിൽ അത് നിലവിലില്ലാത്ത സ്ഥിതിയിലാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ വാസ്തവം എന്താണ്? ആ വാദം ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ചട്ടം നിർമ്മിക്കേണ്ട ആ കാര്യങ്ങളിൽ പെട്ടതല്ല ഇത്. 99-ാം വകുപ്പ് അനുസരിച്ച് ദാസ്യവൃത്തി ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് അത് നിരോധിച്ചുകൊണ്ടുള്ള വ്യവസ്ഥയാണ്. അപ്പോൾ അതുമായി കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 121-ാം വകുപ്പാണ്. 121-ാം വകുപ്പിലാണ് 6 മാസത്തെ തടവ് ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് ഇതിലെല്ലാ വ്യവസ്ഥകൾക്കും പോലീസിലെ ചട്ടം വേണമെന്നില്ല. ചട്ടം ഉൾപ്പെടേണ്ട കാര്യങ്ങളാണ്, വേറെ പല കാര്യങ്ങളുണ്ട്. അത് നടപ്പിലാക്കാത്തതിന് ഈ 2 ഗവൺമെൻറ്റുകളും ഉത്തരവാദികളാണ്. ഇവിടെ ഇതൊന്നും ബാധകമല്ലാതെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ചെയ്യാനായിട്ട് ഇവരെന്തുകൊണ്ടാണ് മടിക്കുന്നതെന്നുള്ളതാണ്. ഇവർ പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്ന ഒരു രീതി ഇവിടെയും അനുവർത്തിക്കുകയാണ്. പഴയ സർക്കാരിൻ്റെ പിടിപ്പുകേടും അവരെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികളുമാണ് ആ ഗവൺമെൻറ്റിന് അധികാരം നഷ്ടപ്പെടാനായിട്ട് കാരണമായത്. ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇപ്പോൾ പറയുന്നു പഴയ ഗവൺമെൻറ്റിന് അങ്ങനെ ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മറുപടിയല്ലേ എൻ്റെ ബഹുമാനപ്പെട്ട MLA KV അബ്ദുൽ ഖാദർ പറയേണ്ട. അവിടെയാണ് ശ്രീ ബിനു, ശ്രീ KV അബ്ദുൽ ഖാദർ പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന്. ഇപ്പോൾ താങ്കൾ പറയുന്ന പ്രകാരമാണ് എങ്കിൽ ഈ നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ADGP സുധേഷ് കുമാർ, അതുപോലെ തന്നെ നിതിൻ അഗർവാൾ, ഇന്നിപ്പോൾ കാളിരാജ് മഹേഷ് കുമാർ, ഇവർക്കൊക്കെ എതിരെ ഈ പറയുന്ന 99-ാം വകുപ്പ് പ്രകാരമുള്ള നടപടികളെടുക്കാൻ കഴിയുമെന്നാണോ? തീർച്ചയായും അത് കഴിയും. അതിന് യാതൊരു തടസ്സമില്ലെന്ന് മാത്രമല്ല, ഇനി അങ്ങനെ പോലീസ് ആക്ട് ഇല്ലെങ്കിൽ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ബാധകമല്ലേ? ഇത് അധികാര ദുർവിനിയോഗമാണ് നടത്തുന്നത്. പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നേട്ടത്തിന് വേണ്ടി, ആദായത്തിന് വേണ്ടി ദുരുപയോഗിക്കുന്നു. ഇത് അധികാര ദുർവിനിയോഗമാണ്. സെക്ഷൻ 13 അനുസരിച്ച് നടപടിയെടുക്കാവുന്നതാണ്. വിജിലൻസ് കേസെടുക്കേണ്ടതല്ലേ? ഈ ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലേക്ക് വിജിലൻസുകാർക്ക് ഒരു സെർച്ച് നടത്താനാണ് എന്താ ധൈര്യമില്ലാത്തത്? അത് മുൻ സർക്കാർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? മുൻ സർക്കാരും ചെയ്തിട്ടില്ല, ഈ സർക്കാരും ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഈ സർക്കാർ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ മുൻ സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ന്യായം എങ്ങനെയാണ് ഒരു സാമാന്യ ബോധമുള്ള ഒരു MLA ഉന്നയിക്കുന്നത്? ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു മാൻഡേറ്റ് ജനങ്ങൾ തന്നതെന്താ? മുൻ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് കാരണം. അതുകൊണ്ടാണ് ഈ സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. ആ അധികാരത്തിലേറിയ സർക്കാർ പറയുന്നത് മുൻ സർക്കാർ ചെയ്തിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആരെയാണ് ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരേണ്ടത്? ശരി, ഇതിന് നടപടി എടുക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ ഈ ദാസ്യവൃത്തി കണ്ടെത്തുകയും ചിലരെ നീക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നതും സർക്കാർ ഭാഗം, ഇപ്പോൾ ശ്രീ KV അബ്ദുൽ ഖാദർ അടക്കം പറയുന്നത്. അതിൻ്റെ ഭാവി എത്രത്തോളം ആകുമെന്നാണ് കരുതുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കസ്റ്റഡി മർദ്ദനം, അതുപോലെ തന്നെ ഈ ചവിട്ടിക്കൊല,
അതുപോലെ തന്നെ കെവിൻ്റെ ദുരഭിമാന കൊല, ഇതൊക്കെ വന്ന ഘട്ടത്തിൽ CPM-ന്റെ ഉത്തരവാദപ്പെട്ട സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പറഞ്ഞത് ഇത്തരക്കാരെ സർവീസിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടിയിലേക്ക് വരെ സർക്കാർ കടക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ നടപടികൾ ഭരണപരമായി മുന്നോട്ട് പോകുന്നു എന്ന വിവരവും പിന്നീട് വരികയുണ്ടായി. ഈ കാര്യത്തിൽ അത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ തൊലിപ്പുറത്തെ ചികിത്സ എന്ന നിലയിൽ മാത്രമായൊരു നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. ഈ ക്യാമ്പ് ഫോളോവർമാരെ, അതർ ഡ്യൂട്ടി ചെയ്യുന്നവരെ, വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവരെ എല്ലാവരെയും തിരികെ വിളിക്കുക, അതിനൊരു സാവകാശവും കൊടുത്തിരിക്കുകയാണ് ബന്ധപ്പെട്ട ജില്ലാ അധികാരികൾക്ക്, പോലീസ് അധികാരികൾക്ക്. ഇതെല്ലാം കഴിഞ്ഞ് കൃത്യമായ കണക്കുകൾ പാലിച്ചുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ 2000-ഓളം മറ്റു ജോലികൾ ചെയ്യുന്ന പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൻ്റേതല്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ മാതൃ യൂണിറ്റുകളിലേക്ക് വരും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, വരാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ DGP ആണിത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. DGPയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് മാത്രമേ വരാതിരിക്കുകയുള്ളൂ. അല്ലാണ്ട് മറ്റ് സാഹചര്യത്തിൽ ഇത് വരാതിരിക്കാനൊന്നുമില്ല. കാരണം ഞാൻ സർവീസിലിരിക്കുമ്പോൾ ഞാൻ ജില്ലാ SP ആയിരുന്ന അവസരത്തിലാണ് പിന്നെ ശ്രീമാൻ KJ ജോസഫ് ഇതേമാതിരി ഒരു ഉത്തരവുണ്ടാക്കി എല്ലാവരെയും മടക്കി അയക്കണമെന്ന് പറഞ്ഞു. 24 മണിക്കൂറെന്ന് പറഞ്ഞു. 36 മണിക്കൂറിനുള്ളിൽ മടക്കിയേർക്കാത്ത പേരിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് 36 മണിക്കൂറിനുള്ളിൽ എല്ലാവരും മടങ്ങിയെത്തിയ ചരിത്രം കേരളത്തിലുണ്ട്. അതിന് ഗവൺമെൻറ് ഒന്നും ആവശ്യമില്ല. ഇത് എക്സിക്യൂട്ടീവ് ഓർഡറാണ്. അത് നിശ്ചയദാർഢ്യമുള്ള ഒരു DGP വിചാരിച്ചാൽ സാധിക്കാനേ ഉള്ളൂ. അതിന് പോലീസിൽ സമയമൊന്നും ആവശ്യമില്ല, അതിന് അവധിയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യാത്രാ സമയവും അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിന് 1-2 മണിക്കൂർ മാത്രമേ ആവശ്യമില്ല. അവരുടെ കുടികിടപ്പ് താമസിച്ചിട്ട് ഫർണിച്ചറൊന്നും എടുത്ത് കൊണ്ടുപോകേണ്ടെന്ന് വേണ്ട കാര്യമൊന്നുമില്ല, ഫാമിലി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത്ര പോകാൻ വേണ്ടി സാധിക്കും. അതിന് ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. അത് ഭരണ നേതൃത്വത്തിന്, അതായത് DGP പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇതിന് ഗവൺമെൻറ്റിനെ ഒന്നും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇത് DGPയുടെ പ്രൊറോഗേറ്റീവാണ്, അദ്ദേഹമാണ് ചെയ്യേണ്ടത്. അദ്ദേഹം ചെയ്യുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇതേമാതിരി ദുരുപയോഗം ചെയ്ത ഒരു വ്യക്തിയാണിത് ഇത് നടപടി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ആ വ്യക്തി അത് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം താൻ ചെയ്യാത്ത കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കില്ല എന്നാണ്. അതാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ മാതൃകയായി കാണിച്ചിട്ട് മറ്റാളുകളെ കൊണ്ട് അത് അനുകരിക്കാൻ ശ്രമിപ്പിക്കുക, അതല്ലെങ്കിൽ അനുസരിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് ഡിസിപ്ലിൻ. സുഭാഷ് ബാബു, ഇത് താൻ ചെയ്യാത്ത കാര്യം KJ ജോസഫ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരം ഒരു തരത്തിലുള്ള അനാവശ്യമായ ഈ അംഗങ്ങളുടെ ഈ പറയുന്ന സുരക്ഷയും മറ്റു തരത്തിലുള്ള സേവക വൃത്തി ചെയ്യുന്ന സംവിധാനവും ഒന്നും ഇല്ലായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ബെഹ്റയ്ക്ക് അതുള്ളത് മാത്രമാണോ തടസ്സം? ഇപ്പോൾ ബെഹ്റയ്ക്കെതിരെ വരുന്ന ആക്ഷേപം 36 പേർ ഈ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സേവക വൃന്ദത്തിൽ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണോ ഈ പറയുന്ന തരത്തിൽ കർക്കശമായൊരു നിലപാടിലേക്ക് ബെഹ്റയ്ക്ക് പോകാൻ കഴിയാത്തത്? പോകുമ്പോൾ തന്നെ ആ വാക്കിന് ആരും വില കൽപ്പിക്കാത്തത്? തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, KJ ജോസഫ് അതേമാതിരി ചില എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഡസനിലധികം ഉദ്യോഗസ്ഥന്മാർ അന്നും ഇതേമാതിരി ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു വണ്ടി, ഒഫീഷ്യലായിട്ടൊരു വണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്ന പല ആൾക്കാരും ഇതിനകത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൂടാണ്ട് അദ്ദേഹം ക്യാമ്പ് ഫോളോവേഴ്സിനെ ഉപയോഗിച്ചിരുന്നില്ല. അനാവശ്യമായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അവിടെ അദ്ദേഹം അദ്ദേഹത്തിന് അനുവദിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഇരിക്കുന്ന അവസരത്തിൽ